അറിയപ്പെടുന്ന ആഫ്രിക്കയുടെ മണ്ണിൽ നരഭോജികളായിരിക്കുന്ന മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റിയത് സുവിശേഷമാണ്. സുവിശേഷം എവിടെയൊക്കെ മുഴങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ സമൂലമായ മാറ്റം സുവിശേഷം വരുത്തിയിട്ടുണ്ട്. കരിക്കിൻ വില്ല കൊലക്കേസിലെ പ്രതിയായിരിക്കുന്ന റെനി ജോർജ് എന്ന് പറഞ്ഞ മനുഷ്യനെ മാറ്റിയത് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളോ ഗവൺമെന്റ് സംവിധാനങ്ങളോ അല്ല. ആ മനുഷ്യനെ സമൂലമായി ഒരു മനുഷ്യനാക്കി മാറ്റിയത് സുവിശേഷമാണ്. എന്തിനേറെ പറയുന്നു, മനുഷ്യകുലത്തിന്റെ മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന്റെ അകത്തളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപത്തിന്റെ കറുപ്പിനെ മായ്ക്കുവാൻ കഴിയുന്ന ഒരൊറ്റ സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. ഈ സുവിശേഷത്തിന് വിരോധമായി ഉയരാത്ത ചങ്ങലകളില്ല, പാസാക്കാത്ത വില്ലുകളില്ല, എഴുന്നേക്കാത്ത രാജാക്കന്മാരില്ല. പക്ഷേ അവരെയൊക്കെ അരയും തലയും മുറുക്കി ഈ സുവിശേഷത്തിന് വിരോധമായി എഴുന്നേറ്റ് വന്ന വർഗീയ വംശീയ ശക്തികളെ കാറ്റിൽ പറത്തി, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ഈ സുവിശേഷത്തിന് വിരോധമായി എഴുന്നേറ്റ രാജാക്കന്മാരെയും എഴുന്നേറ്റ പണ്ഡിതന്മാരെയും എഴുന്നേറ്റ ചക്രവർത്തിമാരെയൊക്കെ ചവച്ചരച്ച് ചാറില്ലാത്ത ചണ്ടിക്കൂമ്പാരങ്ങളാക്കി ചവിട്ടുകൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഒരു സന്ദേശം ഈ ഉലകത്തിലുണ്ടെങ്കിൽ അത് സുവിശേഷം ഒന്ന് മാത്രമാണ്. അതേ മനുഷ്യനെ സമാനമായി മാറ്റുവാൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അടിഞ്ഞുകൂടിയ പാപത്തെ അവൻ മുറ്റുമായി മാറ്റുവാൻ കഴിയുന്ന ഒരൊറ്റ സന്ദേശം ഈ ഉലകത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ സുവിശേഷം ഒന്ന് മാത്രമാണ്. എന്താണ് സുവിശേഷം ഇത്രമാത്രം പ്രസക്തിയുള്ളത്? അതെ, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് പിറകിലല്ലേ കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ ഒരു ഫ്ലാറ്റിൽ 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ഏകദേശം 5 മണി, വെളുപ്പിന് 5 മണി സമയം ആ കുഞ്ഞിന് ജന്മം നൽകുന്നു. എന്നാൽ ഏകദേശം 8 മണി, ഏകദേശം 3 മണിക്കൂർ പിന്നിടുന്ന സമയത്തിന് മുമ്പ് തന്നെ 5ാം നിലയിൽ നിന്ന് അതിദാരുണമായി 23 വയസ്സുള്ള പെൺകുട്ടി ജനിച്ചു വീണ ചോരക്കുഞ്ഞിനെ എടുത്ത് റോഡിലേക്ക് എറിഞ്ഞ് കൊന്നുതള്ളിയ വാർത്ത ഈ അടുത്ത കാലത്ത് വന്നതാണ്. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന, മനുഷ്യത്വം മരവിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ കാമുകന്റെ കൂടെ പോകുവാൻ കുഞ്ഞിന് തടസ്സമാണെന്ന് കണ്ടപ്പോൾ 6 വയസ്സുള്ള കുഞ്ഞിനെ കോരിയെടുത്തു കൊണ്ടുപോയി കരിങ്കൽ കൂനയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്ന വാർത്ത ഈ അടുത്ത കാലത്ത് വന്നതാണ്. മനുഷ്യത്വം മരവിച്ച, മനസാക്ഷി മരവിച്ച ഒരു തലമുറയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മനുഷ്യരെ മനുഷ്യനാക്കുവാൻ, മനുഷ്യരെ മനുഷ്യത്വമുള്ളതാക്കി മാറ്റുവാൻ കഴിയുന്ന ഒറ്റ സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അതേ സ്നേഹിത, എത്രയെത്ര അനാഥ മന്ദിരങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്, എത്രയെത്ര അമ്മത്തൊട്ടിലുകളാണുള്ളത്. സ്വന്തം മക്കളെ ലാളിച്ചു വളർത്തി, സ്നേഹിച്ചു വളർത്തി, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഉന്നത നിലയിൽ അവർക്ക് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് അവരെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കന്മാർ അവിടെ മുടിയൊക്കെ ഒന്ന് നരച്ചു തുടങ്ങുമ്പോൾ, വാർദ്ധക്യം അവരെ പിടിച്ചു മുറുക്കുമ്പോൾ സ്വന്തം മക്കൾക്ക് മാതാപിതാക്കന്മാർ ഒരു തലവേദന